റേഷൻ കാർഡുകൾക്ക് വലിയ ആശ്വാസം. 2028 വരെ സൗജന്യ റേഷൻ. നമസ്കാരം, ഇൻഫോ മീഡിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷൻ കാർഡ് ഉള്ളവർക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു വിവരമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. സൗജന്യ റേഷൻ ഇനി എത്ര കാലം കൂടി ലഭിക്കും എന്ന സംശയം പലർക്കുമുണ്ട്. ഇതിന് കേന്ദ്ര സർക്കാർ വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് കീഴിൽ ലഭിക്കുന്ന സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതി 2028 ഡിസംബർ വരെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് അർഹരായ ഗുണഭോക്താക്കൾക്ക് നിലവിൽ ലഭിക്കുന്ന സൗജന്യ റേഷൻ തുടർന്നും ലഭിക്കും. എന്നാൽ ഇവിടെ പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ ആദ്യം തന്നെ മാറ്റണം. എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും സൗജന്യ റേഷൻ ലഭിക്കും എന്നത് ശരിയല്ല. ഈ ആനുകൂല്യം ലഭിക്കുന്നത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന അർഹരായ ഗുണഭോക്താക്കൾക്കാണ്. അതായത് നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ വിഭാഗവും അർഹതയും അനുസരിച്ചാണ് ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പോൾ എത്ര റേഷൻ ലഭിക്കും? പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് അഥവാ PHH വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് ഓരോ അംഗത്തിനും പ്രതിമാസം 5 കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുക. അതേസമയം അന്ത്യോദയ അന്ന യോജന അഥവാ AAY കുടുംബങ്ങൾക്ക് ഒരു കുടുംബത്തിന് പ്രതിമാസം 35 കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത്. ഈ ഭക്ഷ്യധാന്യങ്ങൾക്കായി ഗുണഭോക്താക്കൾ പ്രത്യേകം പണം നൽകേണ്ടതില്ല. ഈ പദ്ധതി രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. വിലക്കയറ്റം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യധാന്യത്തിനായി ചെലവാക്കുന്ന തുക കുറയ്ക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയ പിന്തുണയാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രദ്ധിക്കണം. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ റേഷൻ നിർത്തുന്നു, സൗജന്യ പദ്ധതി അവസാനിച്ചു എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിക്കാറുണ്ട്. അത്തരം സന്ദേശങ്ങൾ കണ്ടാൽ ഉടൻ വിശ്വസിക്കരുത്. സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമാണ് വിശ്വസിക്കേണ്ടത്. സോഷ്യൽ മീഡിയയിൽ ഒരു സന്ദേശം വൈറലാകാൻ അധികം സമയം വേണ്ട. പക്ഷേ അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ പലരും ചെലവഴിക്കുന്ന സമയം ഏകദേശം 0 തന്നെ. അതായത് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിന് ചെറിയ ഒരു വിരോധാഭാസം. നിങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഗുണഭോക്താവാണോ എന്ന് സംശയമുണ്ടെങ്കിൽ അടുത്തുള്ള റേഷൻ കടയിലോ ബന്ധപ്പെട്ട സിവിൽ സപ്ലൈസ് ഓഫീസിലോ അന്വേഷിക്കാം. സംസ്ഥാന സർക്കാർ പുതിയ മസ്റ്ററിംഗ് അല്ലെങ്കിൽ KYC പരിശോധന പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ റേഷൻ കാർഡ് ഗുണഭോക്താക്കൾ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാർ അറിയിക്കുന്ന സമയപരിധിക്കുള്ളിൽ പരിശോധനകൾ പൂർത്തിയാക്കുന്നത് ഭാവിയിൽ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ LPG മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. LPG ഗ്യാസ് ഏജൻസികളിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വരാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ വിഭാഗം, അർഹത ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എന്നിവ അവിടെ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ഒരിക്കൽ കൂടി പ്രധാന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതി 2028 ഡിസംബർ വരെ തുടരും. ഇത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് കീഴിലുള്ള അർഹരായ ഗുണഭോക്താക്കൾക്കാണ് ബാധകം. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഒരേ ആനുകൂല്യം ലഭിക്കണമെന്നില്ല. ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികൾ, റേഷൻ, പെൻഷൻ, ധനസഹായങ്ങൾ, പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്നിവ അറിയാൻ ഇൻഫോ മീഡിയ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.